മാർക്കോ സിനിമയുടെ ട്രailer കണ്ടു. അപ്പോൾ അതിനോടനുബന്ധിച്ച് മാർക്കോ സിനിമയുടെ ട്രailerും സോങ്ങും റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. കൈക്ക് ചെറുതായിട്ടൊന്ന് പറയ്ക്കുന്നു, ചെറുതായിട്ടൊന്ന് ക്യാമറയ്ക്ക് അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറയാൻ പറ്റാത്ത വാക്കുകളാണ്. ഫയറാണ്. ഞാൻ അതാ പറയാൻ പറ്റാത്ത എന്ന് പറഞ്ഞത്. എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ആ പടത്തിനെ പറ്റി. അത്രയ്ക്ക് വേറെ ലെവൽ. ഉണ്ണി മുകുന്ദൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ചെയ്യാത്ത കാര്യം വേറൊന്നും കൊണ്ടല്ല, ആള് എന്താ കാണിക്കാൻ പോകുന്നതിന് ആർക്കും ഒരു പിടുത്തം കാണത്തില്ല. കാരണം ഉണ്ണി മുകുന്ദൻ്റെ പടത്തിനകത്തൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം റൊമാൻസ് സോങ്. പക്ഷെ സീരിയസ് ആയിട്ട് ഒരു സാധനമില്ല. അപ്പോൾ ഞാൻ ഈ സോങ്ങുമായാലും ഈ ട്രailer കണ്ടപ്പോൾ ആയാലും ഞാൻ വിചാരിച്ചു, ഇന്നത്തെ ഇവിടെ ഒരു റൊമാൻസ് എവിടെയെന്ന് വിചാരിച്ചു. ഫസ്റ്റ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന് കാണുന്ന സംഭവമാണ്. പിന്നെ സോങ് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റ് വേറെ ലെവൽ സോങ്, ഒരു രക്ഷയില്ല. ഇങ്ങനെയൊക്കെ ഒരാൾ അഭിനയിക്കുമോ ഗൈസ്? ഇങ്ങനെയൊക്കെ ഒരാൾ സംസാരിക്കുമോ? ഉഫ്, അത് വേറെ ലെവല്. മറ്റേ പാപ്പമാർ സംസാരിക്കണം, അത് കണ്ടില്ല. അത് വേറെ ലെവൽ ഗൈസ്. ഉഫ്, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. എന്താണ് പറയുക? ഒന്നും പറയണ്ട, അത്രയ്ക്ക് അടിപൊളി പടമായിരിക്കും. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുവാണ്, എക്സ്പെക്റ്റ് ചെയ്യാതെ പോയി പടം കാണും, അടിപൊളി. പക്ഷേ എനിക്ക് ആ പാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ആ കാളിക്കൂട് ഫയർ വരുന്ന സാധനം. അത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്ത്. ആ പാട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ കാലിൻ്റെ അവധി നടന്ന് വരുന്ന പോഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്ത സാധനം. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. കാരണം ഉണ്ണി അടിപൊളിയായിട്ട് ചെയ്തതെന്നാണ് ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ പടത്തിന്, ക്രിസ്മസിനാണ് ഈ പടം വരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഈ പടം കട്ട വെയിറ്റിങ്ങാണ് ഗൈസ്. എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ സോങ്ങും ട്രailerും വേറെ ലെവല്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ആ ഡയറക്ടർ ആരായാലും, പിന്നെ ഉണ്ണി മുകുന്ദന് ഒരു ബിഗ് സല്യൂട്ട്. ഇത്രയും നാൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇല്ലാത്ത സാധനമാണ് ഇനി വരാൻ പോകുന്നത്. അത് വേറെ ലെവലായിരിക്കും. ട്രോളിയാൽ നമുക്ക് ഉയർച്ച കൂടിക്കൂടി വരും എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. കാരണം ആ പടം ക്ലിക്കാവാൻ വേണ്ടി ഒരു വേറെ ലെവൽ ഐറ്റം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ട്രailer കണ്ടപ്പോൾ. സോങ് വേറെ ലെവലാണ്. കാരണം എനിക്ക് അതിനകത്ത് ആ ഒരു വേവ് ലെന്തും ആ സോങ്ങിൻ്റെ ആ ഒരു സോങ് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാണാം. ആ സോങ്ങിനകത്തുള്ള ഒരു എടുത്തു വെച്ച ഒരു ടച്ചിങ് ഉണ്ട്. ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യും ആ പാട്ട്. അമ്മാതിരി സോങ്ങാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക, എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇതിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ. അയാൾ അത് കണ്ടിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രailerും സോങ്ങും റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും പോയി പടം തിയേറ്ററിൽ പോയി കാണുക, അടിച്ച് പൊളിക്കുക, ക്രിസ്മസൊക്കെ വേറെ ലെവലാക്കുക. ഓക്കെ, അപ്പം എന്താ പറയുക, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് എല്ലാവർക്കും ഡിസംബർ മാസത്തിൽ വരുന്ന ക്രിസ്മസിന് എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, അഡ്വാൻസ് ഡിസംബറിലാണ് എനിക്കറിയാം. പക്ഷേ ഈ പടവും കൂടെ പറയുമ്പം ആ ഒരു ക്രിസ്മസിൻ്റെ ആ സാധനം കൂടെ പറയുന്നത് എനിക്ക് തോന്നി. ഹാപ്പി ക്രിസ്മസും കൂടെ പറയുന്നത് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത് ഹാപ്പി ക്രിസ്മസ് മൈ ഡിയർ ഫാമിലി. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ലവ് യു ഓൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഞാൻ ഈ കൊച്ചു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ ബൈ, ലവ് യു ഓൾ.